ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം ധൈര്യം മാത്രം പോരാ, ചെയ്യാനായിട്ട് നല്ല മനഃശക്തിയും വേണം. സാഹസികരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ ട്രക്കിംഗ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രക്കിംഗ് ആയിരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണത്. 3500 സ്റ്റെപ്പുള്ള സ്ഥലത്തോട് നമ്മൾ ലോങ് ട്രക്കിംഗ് പോവാണ്. മേഘാലയയിലെ ചിറാപുഞ്ചിക്ക് അടുത്തുള്ള ടിർണ വില്ലേജിൽ നിന്നാണ് ഇതിന്റെ ഒരു എൻട്രി ഗേറ്റ് പോയിന്റ്. ടിക്കറ്റ് എടുക്കണം. ഫോറിനേഴ്സിന് സെപ്പറേറ്റ് റേറ്റ് ആണ്. ടിർണ വില്ലേജിൽ നിന്നും 3500 മുതൽ 3800 സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലോട്ട് എത്താൻ പറ്റുക. അവിടെ താമസിക്കുന്ന ഒരു ലോക്കൽ ഗൈഡ് മസ്റ്റ് ആയിട്ട് കൂടെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റൂ. വാക്കിംഗ് സ്റ്റിക്ക് മസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. 20 രൂപ കൊടുത്താൽ നമുക്ക് വാടകയ്ക്ക് അത് എടുക്കാനും പറ്റും. നടന്ന് ഇറങ്ങി പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഇതേപോലെ ഒരുപാട് ഹോം സ്റ്റേകളും പേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ്റൂംസും വീടിനോട് ചേർന്ന് ഈ ട്രൈബ്സ് നടത്തുന്ന ഒരുപാട് തട്ടുകടകളും നമുക്ക് കാണാൻ പറ്റും. ഈ കടകളും ഹോം സ്റ്റേയും ഭക്ഷണവും വാഷും ഒന്നും നല്ല പ്രശ്നം ഈ സ്റ്റെപ്പുകളാണ്. ഇവിടുത്തെ ആളുകൾ ഇതൊക്കെ വലിച്ചു കയറ്റും. നോക്കിയേ, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ നോക്കിയേ. ഫുൾ കാട്ടിലുള്ള ഒരു ട്രക്കിംഗ് ആണ്. ആ കാണുന്ന വില്ലേജ് നമ്മൾ പോവും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കാട് ഇറങ്ങി ഇപ്പുറത്തെ കാട്ടിൽ കയറും. നമ്മൾ 500 സ്റ്റെപ്പ് ഇറങ്ങി. ഇനി കുത്തനെയുള്ള 1500 സ്റ്റെപ്പാണ് നമ്മൾ ഇനി ഇറങ്ങാൻ പോകുന്നത്. പോണ വഴിക്ക് നമുക്ക് ഇതേപോലെ കോഫിയുടെ ചെടികളൊക്കെ കാണാം. ഇതൊക്കെ കോഫിയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു സ്പൈഡറിനെ നമുക്ക് തിന്നാം. ഓക്കെ, ആ സ്പൈഡറെ തിന്നണം. നോക്കിയാൽ ചിലപ്പോൾ അത് കടിക്കും. ഓക്കെ, ഓ മൈ ഗോഡ്. അങ്ങനെ നമ്മളെ കയ്യിൽ എട്ടുകാലി തിന്നാൻ പറ്റുന്ന എട്ടുകാലിനെ വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് കടിക്കും. നടന്ന് നമ്മൾ ആദ്യത്തെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. നമ്മളിതാ അവിടെ നിന്ന് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങോട്ട് വരുന്നത്. അതെ, നടക്കല് ചില്ലറല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഈസി അല്ല. അയ്യോ, നല്ല സുഖം. ഫൈനലി നമ്മൾ ഡബിൾ ഡെക്കിലെത്തിയിരിക്കുകയാണ്. ഒടുവില് 4 മണിക്കൂറത്തെ ട്രക്കിങ്ങിന് ശേഷം 3800 സ്റ്റെപ്പ് കയറിയും ഇറങ്ങിയും മനുഷ്യര് പ്രകൃതിയുമായി ചേർന്ന് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച നോങ്ഗ്രാത്ത് വില്ലേജിലെ ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകത്തില് മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ജീവിച്ചിരിക്കുന്ന ലിവിംഗ് റൂട്ട് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതിന്റെ വേരുകൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150 വർഷത്തോളം പഴക്കം വരുന്ന ഈ ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാലോ. 25 മുതൽ 30 ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകൾ വരെ ഈ ഗ്രാമത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു ഡബിൾ ഡെക്കർ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ആണ്. അപ്പൊ ഇനി അടുത്ത ട്രക്കിംഗ് 1 മണിക്കൂർ ട്രക്ക് ചെയ്യണം നമുക്ക് ഇനി അടുത്ത സ്ഥലത്തെത്താനായിട്ട്. അതാണ് റെയിൻബോ ഫാൾസ്. എന്തായാലും വന്നതല്ലേ. അപ്പൊ നമ്മള് കുളിക്കാൻ പോണേ. ഞങ്ങൾ മാത്രമേ പോകുള്ളൂ. മഴയും കൊണ്ട് ഇനി നമ്മള് അടുത്ത 1 മണിക്കൂർ നടക്കാണ്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൽ നിന്നും 1.5 മുതൽ 2 മണിക്കൂർ ഹൈക്ക് ചെയ്താൽ എത്തുന്ന റെയിൻബോ ഫാൾസിലോട്ടുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രക്കിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക. ചെറിയ പാറക്കെട്ടുകളും ലിവിംഗ് റൂട്ട് ബ്രിഡ്ജുകളും പാലങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചിത്രശലഭങ്ങളും പക്ഷികളായിട്ടുള്ള ഹോൺബില്ലും കിങ് ഫിഷേഴ്സും ഉള്ള ഈ ഒരു കാട്ടിലൂടെയുള്ള ഒരു യാത്ര ആ ലാസ്റ്റ് പാർട്ടി എത്തുന്നത് വരെ നിങ്ങളെ ശരിക്കും എക്സൈറ്റഡ് ആക്കും. അധികം പാമ്പുകളൊന്നും ഇല്ല, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പോണ വഴിക്ക് വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം എടുക്കാം, കുടിക്കാം. ബെസ്റ്റ് ട്രക്കിംഗ്. ഈ കയറ്റം കയറാൻ പറ്റില്ല, നല്ല കയറ്റാണ്, ചിലർ പണിയല്ല. അയ്യോ, ഇതാണ് കേരള കയറ്റം. ഇങ്ങനത്തെ കയറ്റങ്ങളാണ്. കാടറിഞ്ഞ് മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകളും കണ്ട് ആ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് സൂര്യപ്രകാശത്തിൽ മഴവില്ല് തെളിയുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തെയാണ്. അതുകൊണ്ടാണ് അതിനെ റെയിൻബോ ഫാൾസ് എന്ന് വിളിക്കുന്നത്. 3 മണിക്കൂർ ശേഷം ട്രക്കിംഗ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. റെയിൻബോ വാട്ടർഫാൾ ാണ്, പക്ഷെ വളരെ കഷ്ടപ്പാടാണ്. 4000 സ്റ്റെപ്പോളം നിങ്ങൾ കയറി ഇറങ്ങി, അത് കുത്തനെയുള്ളത്. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. റെയിൻബോ ഫാൾസിന്റെ അവിടെ വന്നിട്ട് പാർലിജിയുടെ ബിസ്ക്കറ്റ് കഴിക്കാനുണ്ടല്ലോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രക്കിംഗ്. നെറ്റൊന്നുമില്ല, ഫുള്ള് കാട്ടില്. ഒരു ട്രക്കിങ്ങും കഴിഞ്ഞ് നല്ല ന്യൂഡിൽസും നല്ല തണുത്ത കാറ്റും കോടമഞ്ഞും. റഷ്യയില മോനെ ആംബിയൻസ് ആണ് കിടുവാക്കുന്നത്. കഴിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ മാഗിയും കഴിച്ച് നമ്മളിവിടുന്ന് വിട പറയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മേഘാലയ എന്തായാലും നിങ്ങൾ വരാം, എന്തായാലും കാഴ്ചകൾ കാണാം, ട്രക്കിങ്ങും ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊരു ട്രക്കിംഗ് ഡാബിയാണെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ബൈ. സ്റ്റെപ്പ് കയറുമ്പോൾ ഒരാളെനിക്ക് കാവലൊക്കെ ഇരുട്ടത്ത് ഒരു നായ സ്റ്റെപ്പ് കയറി രാത്രി. ഇനിയുണ്ട് 1000 സ്റ്റെപ്പ്. കാലിന്റെ നട്ടില് റബ്ബലായി, കാലിന്റെ മസിലൊക്കെ കയറി ഒരു പരിവായി. 16 കിലോമീറ്ററോളം കയറ്റം ഇറക്കും. ഒരു ഗംഭീര ട്രക്കിംഗ്.